ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്ന് മോളുടെ ഡാൻസ് പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ചെറിയൊരു ഇൻവിറ്റേഷൻ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ ചാറ്റ് GPT ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി അങ്ങനെ ബാഗൊക്കെ പാക്ക് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1 ഡേ ബിഫോർ തന്നെ ആ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് വെച്ചു. ഇതാണ് മോളുടെ ഡാൻസ് ഡ്രസ്സ്. ഇത് അവളുടെ ഇന്നേഴ്സും കാര്യങ്ങളൊക്കെയാണ്. ഇത് അവരുടെ ബാക്ക് ഷീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു അവരുടെ ഡാൻസ് ക്ലാസ്സിൽ നിന്ന് തന്നെയാണ് ഇത് ഡ്രസ്സ് പ്രൊവൈഡ് ചെയ്തത്. നമ്മളതിൻ്റെ ഒരു പേയ്മെൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അവർ തന്നെ പട്ട് സാരി എടുത്ത് അവർ തന്നെ സ്റ്റിച്ച് ചെയ്ത് നമ്മളെടുത്ത് തരും. അപ്പോൾ തലേദിവസം തന്നിട്ടുണ്ടായിരുന്നു, ഒരു പ്രോഗ്രാമിൻ്റെ 1 ഡേ ബിഫോർ തന്നിട്ടുണ്ടായിരുന്നു അളവൊക്കെ കറക്റ്റാണോ മെഷർമെൻറ്റൊക്കെ എന്ന്. അപ്പോൾ മെഷർമെൻറ്റൊക്കെ ഓക്കെ തന്നെയായിരുന്നു. ഇച്ചിരി ലൂസായിരുന്നു. പിന്നെ അവരത് പിന്നൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് അതിലവർ ജസ്റ്റ് ഇട്ട് കൊടുക്കുകയായിരുന്നു. ഈ മേക്കപ്പും ഈ പ്രോഗ്രാമിൻ്റെ ആ സമയത്ത് നമുക്ക് പാരൻസിനെ ഗ്രീൻ റൂമിലോട്ട് അലൗഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് അവർ തന്നെയാണ് ഡ്രസ്സ് ഇടിയിപ്പിക്കുന്നതെല്ലാം. അപ്പോൾ ഞാൻ എല്ലാം സെറ്റാക്കി എടുത്ത് വെച്ച് അവൾക്ക് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ലൈക്ക് ഇങ്ങനെയൊക്കെയാണ് ഡ്രസ്സ് വെച്ചിരിക്കുന്നത്, ഓർണമെൻറ്റ്സ്, പിന്നെ ഹെയർ ആക്സസറീസ്, ഇതൊക്കെ നമ്മൾ കൊണ്ടുപോകണം. അല്ലാതെ ഉള്ള മേക്കപ്പും കാര്യങ്ങളൊക്കെ അവരവിടെ ചെയ്യും. സോ ഇത് ഇത്രയാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഞാൻ ഡ്രസ്സ് എടുത്ത് എല്ലാം ഉണ്ടോ എന്നൊക്കെ വെച്ച് ഇന്നേഴ്സൊക്കെ ഞാനൊരു സെപ്പറേറ്റ് ഇന്നേഴ്സ്, അവളുടെ ബെറ്റിക്കോട്ട് അതൊക്കെ വെച്ച് ഞാൻ പാക്ക് ചെയ്ത് ഇത് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ഞാനിവിടെ ഡ്രസ്സ് വെച്ചിട്ടുണ്ടെന്നുള്ളത്. ഇനി അടുത്തത് നമുക്ക് ആക്സസറീസും ഹെയർ ആക്സസറീസും വെക്കണം. അപ്പോൾ ഓർണമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഇത് വന്നിട്ട് ഹെയർ ആക്സസറിയാണ്. തലയിൽ വെക്കുന്ന വടയൊക്കെ ഡാൻസ് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് നന്നായിട്ട് അറിയാം. സോ ഇതൊക്കെയാണ് അവളുടെ നെക്ലസ്, ഓർണമെൻറ്റ്സ് ഒക്കെ ആയിട്ട്. അപ്പം ഇത് വന്നിട്ട് തലയിൽ വെക്കുന്ന പൂവാണ്. പൂ വന്നിട്ട് ഈ വെള്ളപ്പൂ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഓറഞ്ച് പൂവും ഉണ്ട് കേട്ടോ. അത് ഞാനിതിലെടുക്കാൻ മറന്നുപോയതാണ്. നെത്തിച്ചുട്ടി, കമ്മൽ, ഒറ്റ നെത്തിച്ചുട്ടിയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ കമ്മൽ ജിമിക്ക് കമ്മലാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇത് വള, വീതി വള തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ അത് മേടിച്ചു. പിന്നെ ഇത് നെക്ലസ്സാണ്. ഒറ്റ നെക്ലസ്സേ ഉള്ളൂ ഇവൾക്കിപ്പം. തലയിൽ വെക്കുന്ന വട ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, പിന്നെ ഒടിയാണം. ഇതിത്രയാണ് അവളുടെ ഡാൻസിൻ്റെ ഓർണമെൻറ്റ്സ്. ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നതിന് വേണ്ടി ഇത്രയും ഓർണമെൻറ്റ്സാണ് ടീച്ചർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ടീച്ചർ പറഞ്ഞ അനുസരിച്ചിട്ടാണ് നമ്മൾ ഓർണമെൻറ്റ്സ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ടീച്ചറാണ് ഡിസൈഡ് ചെയ്യുന്നത് ഡ്രസ്സിൻ്റെ കാര്യമൊക്കെ. പിന്നെ ഇത് ചിലങ്ക ഫസ്റ്റ് ടൈം ചിലങ്ക കെട്ടി മോള് കളിക്കുകയാണ്. സോ അതും എനിക്കൊരു വലിയൊരു സന്തോഷമുണ്ട്. എൻ്റെ ഒരു ബർത്ത്ഡേയുടെ അന്നാണ് മോള് ചിലങ്ക കെട്ടി കളിക്കുന്നത്. ഇപ്രാവശ്യം അവിടെ 2 സ്റ്റേജ് കളിക്കുന്നുണ്ട്. പൂജപ്പുര സരസ്വതി മണ്ഡപത്തിലും അതുപോലെ തന്നെ കരിക്കകം ശ്രീ ചാമുണ്ഡി ക്ഷേത്രത്തിലും കളിക്കുന്നുണ്ട്. സോ അതും ഭയങ്കര ഒരു ഹാപ്പിയായി. അപ്പോൾ ഞാൻ ഡ്രസ്സും ഓർണമെൻറ്റ്സ്, ഹെയർ ആക്സസറീസ്, പിന്നെ പിന്ന്, സേഫ്റ്റി പിന്ന്, അല്ലാതെ നമ്മുടെ ഹെയർ പിൻ, യു പിൻസ് അതൊക്കെ വെക്കണം, ചിലങ്ക, അതെല്ലാം പാക്ക് ചെയ്ത് വെച്ചു. പാക്ക് ചെയ്തതിന് ശേഷം ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു കൊടുത്തു ഇതൊക്കെ ഇവിടെയൊക്കെയാണ് ഇരിക്കുന്നത് എന്നുള്ളത്. അപ്പം നെക്സ്റ്റ് ഡേ ആണിത്. നെക്സ്റ്റ് ഡേ ആ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് മോള് റെഡിയായി. അൾട്ട ഒക്കെ കയ്യിലിട്ടിട്ടുണ്ടാവും. ഇതൊക്കെ ഫസ്റ്റ് ടൈം അവൾ ഇടയാണ്. സോ അതുകൊണ്ട് 1-2 ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു നിമിഷത്തിൽ ഞാൻ അച്ഛനെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഈ ഫോട്ടോസൊക്കെ എടുക്കുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ നമ്മുടെ അടുത്തുണ്ട്, പക്ഷെ നമുക്ക് വിസിബിൾ അല്ല. അങ്ങനെയുള്ളൊരു ഇതിലായിരുന്നു. അങ്ങനെ ഒരു ചെറിയൊരു വ്ളോഗാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മറ്റൊരു നല്ല വീഡിയോയിൽ കാണും വരേക്കും. താങ്ക് യു സോ മച്ച്.